ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് മകയിരം നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മകയിരം നക്ഷത്രത്തിലെ ഈ ശനിമാറ്റം 2025 ശനിമാറ്റം മകയിരം നക്ഷത്രക്കാർക്ക് എങ്ങനെ അനുകൂലമോ അല്ല പ്രതികൂലമായിട്ടുള്ള ബാധിക്കുന്നു എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളാതെ ഈ മകയിരം നക്ഷത്രത്തിന്റെ 2 പാദം ഇടവമാസത്തിലും 2 പാദം മിഥുനമാസത്തിലും കൂടെ അയക്കുന്നത്. അങ്ങനെ ഓരോന്നിനും 4 പാദങ്ങളാണല്ലോ. അപ്പോൾ ഇതിനെ ഭരിക്കുന്ന ഗ്രഹം എന്ന് ചൊവ്വാണ് ഇതിനെ ഭരിക്കുന്ന ഗ്രഹം. അതേപോലെ ഗുരുകർമ്മയപ്പെട്ടതാണ് ഈ മകയിരം നക്ഷത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ശനിയുടേതായിട്ടുള്ള ഇതും ബാക്കി എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ മകയിരം നക്ഷത്രക്കാർക്കെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ്, ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം. അതേമാതിരി തിരിച്ച് ഇതുമാതിരി ദോഷഫലങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം. അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത്. പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്, കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പൊതുവെ മനുഷ്യന്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. എന്തെങ്കിലും അസുഖങ്ങളോ വന്നു, അതിൻ്റെ കൂടെ പൈസയോട് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നമാണ്. അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല. പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേമാതിരി 2ാമത്തെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ഫ്രണ്ടിന്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത്, വ്യാഴത്തിന്റെ ഗ്രഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മിത്രത്തെ ലോഹിക്കുകയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശനി വലിയ രീതിയിൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ടേണി വരുന്നത്. ഇപ്പൊ 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. അതായത് 2.5 വർഷം ഇൻറ്റു 3 ടേൺ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം 3 പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഒരു 30 വർഷം 29 അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത്. അപ്പം 12 രാശികളല്ല, 12 കോളങ്ങൾ. അപ്പൊ ഈ ഒരു കോളത്തില് ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ 2.5 വർഷം. അതേമാതിരി വ്യാഴമാണെന്ന് 361 ഡേയ്സ്, ഏകദേശം 1 വർഷം. അതേപോലെ രാഹു കേതുവാണ് 1.5 വർഷം. പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യനെ അങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ 1 മാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട്. പിന്നെ ഈ ശനി കൂടാതെ ആ ശനിദശ ഓരോ ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും, ശുക്രൻ കയറി വരും. അപ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ 7.5 ശനി ഇങ്ങനെ, അതേമാതിരി കണ്ടക ശനി 7.5 ശനി ഇങ്ങനെയാണെന്നല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, വെളിയിലത്തെ, അതായത് വെളിയിൽ പോകാനുള്ളവർക്ക് യോഗം, അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ, വിവാഹം നടക്കാൻ. അപ്പോൾ നമ്മൾ പക്ഷേ നാള് നോക്കി എടുത്തിട്ട് ചെയ്യാവൂ കാര്യങ്ങൾ, ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി. അതേമാതിരി ബിസിനസ് ചില ആൾക്കാർക്ക് പരാജയപ്പെടും, ചില ആൾക്കാർക്ക് പച്ച പിടിക്കും. അപ്പം കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ശനി പൊതുവെ വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത്. അതിന്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ അതിന്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും. അപ്പം ഇതിനൊരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം ആ ഒരു സ്റ്റോറി, ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം രാവണൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഇവരെ അടിമകളമാതിരി ആക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട്, രാവണന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പം രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു? ശനി ഗുളികനെ സൃഷ്ടിച്ചു. അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി
ഈ ദുസ്ഥാനത്തെ ഈ ഇന്ദ്രജിത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഗുളികന്റെ കഥ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ രാഹു കേതു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങളെ കാര്യങ്ങൾ ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു, പല നോർത്ത് ഇന്ത്യ അല്ലെ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല. എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ. അപ്പൊ ഈ എന്ത് ചെയ്തു, ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി. അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു, രാവണന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ശനിയെ വെട്ടുകൊണ്ടത് കാലിലാണ്. അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ, സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആ സ്റ്റോറിയുമായിട്ട് റിലേഷനും ഉണ്ട്. നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. അതേമാതിരി കാലിന് വാദം വരുക, ശനി കൂടുതലിരിക്കുക, കാലിന് വേദന, പെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട്. അപ്പം ഇതാണ് ശനിയുടെ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിൻ്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത്. അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയി വരികയില്ല. എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം 2.5 വർഷത്തെയാണ്. ഏകദേശം ഒരു 6 ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം പലതും അനുകൂലമായിട്ട്, ചിലത് പ്രതികൂലമായിട്ട് വരും. അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിന്റെ പൈസയുടെയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനത്തിലോട്ട് മാറുമ്പോഴേക്കും ഇവർക്ക് പൊതുവെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത്. നേരത്തെ നിന്നിരുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള കുറെ ക്ലേശങ്ങളെ, കുറച്ച് ബുദ്ധിമുട്ട് നേരത്തെ ഉള്ള ഒരു ശനിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും മാറി ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. പുതിയ സംരംഭം പ്രത്യേകിച്ച് മെയ് 14 വ്യാഴം കൂടെ മാറുന്നതോടുകൂടി കുറെ കൂടെ അനുകൂലമാണ്. അപ്പം ആ ഒരു സമയത്തുകൂടി ചെയ്യുവാണെന്നൊരു ഏറ്റവും നല്ലതാണ് ഈ വ്യാഴത്തിന്റെ. കാരണം വ്യാഴം എന്ന് പറഞ്ഞാൽ പൈസയുടെ ഗ്രഹമാണ്, മണിയുടെയാണ്, ഒത്തിരി പൈസ വരിക അങ്ങനെയൊക്കെ ഉള്ള സംഭവം. അപ്പം അതുമെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ശനിയുടേതായിട്ടും വലിയ കാഠിന്യം എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു. അതിനെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്നതിന് കുറച്ച് താല്പര്യം കാണും, ഇച്ചിരി മുൻപിടുക്ക് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനും നല്ലതായിട്ടുള്ള അധ്യാപകരുടെ അപ്രിസിയേഷൻ കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള നല്ല സമയമാണ്. നല്ല പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ല സമയമാണ്. പിന്നെ എല്ലാവരും ഈ കോഴ്സ് കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ തന്നെ ഇതൊക്കെ ഒരു ഗ്രഹനിലയൊക്കെ നോക്കി എല്ലാവരും ജാതകമൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഇത്ര പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ ഗ്രഹം നോക്കിയിട്ട് ഏതാണ് അവർക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെച്ചിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കുട്ടികളെ ആ ഒരു രീതി അവർക്ക് ഇൻട്രസ്റ്റും കാണും, അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആരെങ്കിലും ഉള്ള ഏതൊരു നല്ല അറിയുന്ന ആൾക്കാരെ കൊണ്ട് നോക്കിയിട്ട് ജാതക കാര്യം എഴുതിയിട്ട് കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് പൊതുവെ നല്ലതായിരിക്കും. അതേമാതിരി ഇപ്പം കുട്ടികളില്ലാത്ത ആൾക്കാർക്കും ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മെയ് 14 കുട്ടികൾ ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സമയമായിട്ടുള്ള നല്ല സമയമാണ്. പ്രഗ്നൻ്റ് ആകാത്ത ലേഡീസ് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വരില്ലൊക്കെ അവർക്കെല്ലാം ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ സർക്കാർ ജോലി അങ്ങനെ സർക്കാർ ജോലിയിൽ എന്തെങ്കിലും മുടങ്ങിക്കിടന്ന പ്രശ്നങ്ങളെ, അതേമാതിരി പ്രൊമോഷൻ തടഞ്ഞു വെച്ചവർക്ക് പ്രൊമോഷൻ കിട്ടാണ്. അതേപോലെ വക്കീലന്മാരായാലും ഇങ്ങനെ പല ഈ ഒരു കാറ്റഗറിപ്പെട്ട പല ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാനും അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. പിന്നെ വിവാഹം കഴിക്കാൻ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിവാഹത്തിനൊരു പറ്റിയ ഈ വ്യാഴമാസത്തെ മെയ് 14 വിവാഹത്തിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയം അടുത്ത 1 ഇയറിന്. അപ്പോൾ അത് നിങ്ങൾ നല്ല വിവാഹമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല വിവാഹം കാര്യങ്ങൾ നടക്കാനെല്ലാം ഉള്ള സാധ്യതയാണ് ഈ നാളുകാർക്ക് കണ്ടുവരുന്നത്.
അതേമാതിരി ഇപ്പം പൈസ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള മുടങ്ങി കിടക്കുന്നതായിട്ടുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു വീട് വെക്കണമെന്നില്ല, അതിനൊക്കെ ഒരു പറ്റിയ ഒരു സമയമാണ്. പിന്നെ ഈ കുട്ടികളെ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും അതേമാതിരി കുട്ടികളെ നല്ല എന്തെങ്കിലും പഠിപ്പിക്കാനോ അല്ലെന്നൊരു അതിനും പറ്റിയ സമയം, നല്ല സമയം. അതേമാതിരി കുട്ടികളിൽ നിന്ന് അച്ഛനമ്മമാർക്ക് നല്ല കുട്ടികളെ പറ്റി ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലതാണ്. അപ്പോൾ കുട്ടികൾ ഒരു പെർഫോമൻസ്, ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുമായിട്ടൂടെ ബന്ധപ്പെട്ട ഗ്രഹമാണ്. അപ്പോൾ എല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ ഇവർക്കൊരു ഇതേമാതിരി പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേമാതിരി കായിക രംഗത്ത് കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. കായികമായിട്ട് അവർക്ക് നല്ല ഉയർച്ചയും അല്ലെങ്കിൽ കായികമായിട്ടൊരു ഉയർച്ചയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ കാലഘട്ടങ്ങൾ. അതേമാതിരി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കന്നുകാലി വളർത്തുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കും പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു മെയ് 14 മുതൽ അങ്ങോട്ട് അടുത്ത ഒരു വർഷക്കാലം നടക്കാൻ പോകുന്നത്. പിന്നെ ദീർഘമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നിരുന്നതായിട്ടുള്ള പല സംഗതികൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും എല്ലാം ഒരു നല്ലതായിട്ട് വരും. പിന്നെ അതേമാതിരി വാടക വീട് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് വരികയും അവർക്ക് നല്ലൊരു അനുകൂലമായിട്ടുള്ള നല്ല നിങ്ങൾ നോക്കുന്നത് ടൈപ്പിലുള്ള ഒരു വാടക വീട് കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള യോഗം, വിവാഹം കഴിക്കുന്നവർക്ക്, കുട്ടികളുണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേമാതിരി കലാകാരന്മാർ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നടക്കുന്നുണ്ടെന്ന് വരികയല്ല, സിനിമാ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കി നടക്കുന്നവർക്കും ഒക്കെ ഒരു പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ്. അധ്യാപകർക്കും നല്ലൊരു സമയമാണ്. ഈ അധ്യാപകർക്ക് പൊതുവെ ഈ വ്യാഴമാറ്റത്തിലൂടെ നല്ലൊരു ഫലം കിട്ടും. അതേമാതിരി വക്കീല്, അങ്ങനെയുള്ള കമ്പനി ജോലി, മാനേജേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, ഇവർക്കൊക്കെ പൊതുവെ നല്ല ഒരു സമയമാണ് ഈ അടുത്ത ഒരു വർഷക്കാലം, ഈ മെയ് 14 മുതൽ. അപ്പം നിങ്ങൾ ഇപ്പോൾ ശനിയുടെ ആയിട്ടുള്ള എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരില്ലേ, അതിന് പരിഹാരത്തിനായി ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുകയോ അല്ലെന്ന് വരിയിൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, കുട്ടികൾക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, അത് നല്ലതാണ്. അതേമാതിരി വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്ലേറ്റ്, പെൻസില്, അങ്ങനെ നോട്ട്ബുക്ക്, എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്, വലിയ വിലയുടെ വേണമെന്നില്ല, എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ കൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒരുപാട് നേർച്ച നിന്നിട്ട് കാര്യം, ചെറിയ എന്തെങ്കിലും അവിടെ കൊടുക്കുക. ദൈവത്തിന് പൈസയുടെ എല്ലാം ആവശ്യം. ഇവിടെ പബ്ലിക് ഇന്നും ഇല്ലാത്ത ഒരു നേരത്തെ വയറൊട്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പാത്രം അറിഞ്ഞ് ഭിക്ഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലേ ചെയ്യാവൂ. അതേമാതിരി ഒരു ജ്യോതിഷനും കൊണ്ട് ഒരുപാട് കൊണ്ട് പൈസ കൊടുത്തിട്ട് കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞ ചില ആൾക്കാർ, ഒന്നുമില്ല, നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ നമ്മുടെ ഈ നാളിപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഇപ്പം പാദം 1, 2, 3, 4 ഓരോ പാദങ്ങളുണ്ടല്ലോ. ഈ പാദം അനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ ഇതിനകത്ത് ഒരു 60% കാര്യങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാദം അനുസരിച്ച് ചിലപ്പോൾ കറക്റ്റ് ആയുള്ളതെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെല്ലാം പിന്നെ ഓരോരുത്തരെയും ഇതെടുത്തിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ഇതായിട്ട് വേണമെന്നതിൽ അല്ലാതെ വേണമെന്നതിൽ നമ്മൾ ജാതകം നോക്കി തരും. അതിൻ്റെ ഫീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറുണ്ട്. കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. അപ്പം ഇതൊക്കെയാണ്. അപ്പം അതേമാതിരി ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാനോ വല്ല താല്പര്യം ഉണ്ടെന്നൊരു ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പം പഠിക്കുകയെളുപ്പം അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നതാണ്. അപ്പോൾ 1.5 മാസം കഴിയുമ്പോഴത്തേന് ഈ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.